Proton induced X-ray emission technique PAXE. PAXE എന്ന് പറയുന്നത് ട്രേസ് എലമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ട്രേസ് എലമെൻറ്റിൻ്റെ അനാലിസിസ് നടത്താനുള്ള ഒരു ടെക്നിക്കാണ്. എക്സ്റേൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ യൂസസും ആദ്യമായിട്ട് യൂസ് ചെയ്തത് 1913 മോസ്റ്റ്ലി ആണ് എക്സ്റേയും ആറ്റംസിൻ്റെ ആറ്റോമിക് നമ്പറും തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിച്ചത്. 1912 Chadwick observed and identified X-rays from elements exposed to alpha particles from radioactive sources. Radioactive sources എക്സ്പോസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഈ എക്സ്റേ പ്രൊഡക്ഷൻ later induced proton for the X-ray production was used using the particle accelerator. In 1970s, full potential of the process as an elemental analytic technique was realized. Induced proton ഉപയോഗിച്ചിട്ട് എക്സ്റേ എമിഷൻ ഉണ്ടാക്കാമെന്ന് 1970s ഇതൊരു അനലിറ്റിക് ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. It was the work of Johansson and his group at Lund in Sweden which put the PAXE technique on a solid foundation in the field of trace elemental analysis. അടുത്തത് ട്രേസ് എലമെൻ്റൽ പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ ടെക്നിക്സിൻ്റെ ഫീച്ചേഴ്സാണ്. ഇറ്റ് ഈസ് എ മൾട്ടി എലമെൻ്റൽ നേച്ചർ. All elements present in the sample can be qualitatively estimated simultaneously in one shot. എല്ലാ എലമെൻസും അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്ത എല്ലാ എലമെൻസും നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇറ്റ് ഹാസ് ഹൈ സെൻസിറ്റിവിറ്റി. ക്രോസ് സെക്ഷൻസ് ആർ സ്മൂത്ത്ലി വേരിയിങ് ഫങ്ഷൻസ് ഓഫ് ദ atomic number of the elements and proton energy. PAXE is non-destructive in nature. നമുക്ക് യൂസ് ചെയ്ത സാമ്പിള് ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാം. PAXE is very small absolute quantities of the elements required for the analysis. Absolute amounts as small as picograms can be analyzed at favorable conditions. വളരെ ചെറിയ അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള എലമെൻറ്റ്സ് പോലും നമുക്ക് അനലൈസ് ചെയ്യാം PAXE യൂസ് ചെയ്തിട്ട്. A number of periodic contributions are PAXE ടെക്നിക്സ് ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് various conferences are held in many places in order to develop the field of PAXE. PAXE പോലുള്ള മറ്റൊരു ടെക്നിക്കാണ് XRF മെത്തേഡ്, X-ray resonance fluorescence. It is also based on X-ray. Next is principle of PAXE technique. When a material is bombarded with the energetic charged particle, Coulomb interaction between this projectile and the atomic electrons in the material result in the ionization of the atoms. ഒരു പാർട്ടിക്കിൾസ് നമ്മൾ ബോംബാർഡ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റൈലും നമ്മളെ ചാർജ്ഡ് പാർട്ടിക്കിളുള്ള ആറ്റോമിക് ഇലക്ട്രോണിനും തമ്മിലുള്ള കൂളോംബ് ഇൻട്രാക്ഷൻ ഭാഗമായിട്ട് നമ്മൾ ടാർജറ്റ് പാർട്ടിക്കിളിലുള്ള ആറ്റംസ് അയണൈസ് ചെയ്തു പോകും. ദിസ് റിസൾട്ട് വേക്കൻസി ഇൻ ദ ആറ്റോമിക് ഷെൽ ഇൻവോൾവ് ഇൻ ദ ഇൻട്രാക്ഷൻ. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു അയണൈസേഷൻ സംഭവിക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ടാർജറ്റ് പാർട്ടിക്കിളിൽ വേക്കൻസി ഉണ്ടാവും. Subsequent decay of the ionized atom takes place when electrons from ഈ വേക്കൻസി ഉണ്ടാകുമ്പോൾ ഹയർ ഷെൽസിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസിഷൻസ് നടക്കും ഈ വേക്കൻസി ഉള്ള പ്ലേസിലേക്ക്. ദിസ് ട്രാൻസിഷൻ ക്യാൻ ബി റേഡിയോ ഓർ നോൺ റേഡിയോ. In radiative transition, excess energy is emitted in the form of chaotic X-ray. Radiative transitionൽ എക്സസ് എനർജി എക്സ്റേ റേഡിയേഷൻസ് ആയിട്ട് എമിറ്റ് ചെയ്യും. Hnu = E1 - E2. Non-radiative transition, excess energy is given to another electron of the atom, which consequently gets dislodged from its shell and emerges out from the atom. This is Auger effect.
നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനിൽ ഈ എക്സസ് എനർജി മറ്റൊരു അനദർ ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിന് ഓഗർ. റേഡിയേറ്റീവ് ട്രാൻസിഷന് ഏത് സബ്ഷനിൽ നിന്നാണോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കെ, എൽ, എം എക്സ്റേ ട്രാൻസിഷൻസ് ഉണ്ട്. ഈ എമിറ്റ് ചെയ്യുന്ന എക്സ്റേ നമ്മൾ എക്സ്റേ ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് എലമെൻസിൻ്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് നടത്താം. ഈ ഇൻറ്റൻസിറ്റി ഓഫ് ദ എക്സ്റേ ഗിവ്സ് us the information about the concentration of the elements present. The types of X-ray emitted from various subshells is shown in the figure. K ഷെല്ലിന് എമിറ്റ് ചെയ്യുന്നതാണെങ്കിൽ എക്സ്റേ കെ ഷെല്ലിലേക്ക് ഉള്ള ട്രാൻസിഷനെ നമ്മൾ എക്സ്റേ എന്ന് വിളിക്കും. എൽ ഷെല്ലിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ എൽ എക്സ്റേ എന്ന് വിളിക്കും. Fraction of de-excitation process in which X-ray are emitted is called fluorescent yield omega. ഈ ഡി-എക്സൈറ്റേഷൻ പ്രോസസ്സിൽ എമിറ്റ് ചെയ്യുന്ന എക്സ്റേൻ്റെ ഫ്രാക്ഷൻ നമ്മൾ ഫ്ലൂറസെൻറ്റ് yield ഒമേഗ എന്ന് വിളിക്കും. ഒമേഗ ഈസ് ദ റേഷ്യോ ഓഫ് പ്രോബബിലിറ്റി ഫോർ ദ റേഡിയേറ്റീവ് പ്രോസസ് ആൻഡ് total probability. Omega equal to gamma r minus gamma total. Omega depends upon the shell from which the non-radioactive transition take place. ഈ ഏത് ഷെല്ലിൽ നിന്നാണോ ഇത് ട്രാൻസിഷൻ നടക്കുന്നത് അത് ഒമേഗേനെ ഒമേഗ എത്രയുണ്ടെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ഫാക്ടറാണ്. ക്രോസ് സെക്ഷൻ ഫോർ എക്സ്റേ പ്രൊഡക്ഷൻ സിഗ്മ എക്സ് is given in terms of the cross section for vacancy production in the particular cell sigma I and the fluorescent yield. Sigma x equal to sigma I and into sigma I into omega. Sigma I is the cross section for vacancy production in a shell and omega is the fluorescent yield. Inner shell vacancy production cross section sigma x k sigma xl. It depends upon the incident proton energy EP and atomic number set of the transition. Set increase ചെയ്യുമ്പോൾ സിഗ്മ എക്സ് കെ ഡിക്രീസ് ചെയ്യും. ഇ പി ഇൻക്രീസ് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് കെ സിഗ്മ എക്സ് എൽ എക്സെട്ര ആൾസോ ഇൻക്രീസസ്. Set greater than 40 sigma x k is very small. However, sigma x is an appreciable value. We use K X-ray for the proton induced X-ray emission techniques. We use K X-ray for elements with a size less than 40 and L X-ray for heavier elements. PXE spectrum ഇത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. It consists of characteristic peaks of elements present in the sample which is superimposed on a continuous background. This continuous background is developed by the bremsstrahlung generated by the electrons emitted due to the Coulomb interaction with the incident projectile. ഈ ബാക്ക്ഗ്രൗണ്ട് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻസിഡൻറ്റ് പ്രൊജക്റ്റൈൽ ടാർജറ്റുമായിട്ടുള്ള കോളംബ് ഇൻട്രാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ബ്രംസ്ട്രോളിംഗ് വഴിയാണ് ഈ കണ്ടിന്യൂസ് ബാക്ക്ഗ്രൗണ്ട് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസിഡൻറ്റ് പ്രോട്ടോൺസും ലോ എനർജി കണ്ടിന്യൂ ഓഫ് ദ ന്യൂക്ലിയർ റിയാക്ഷൻ ഗാമ റേ ഫോട്ടോൺസും ഈ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രംസ്ട്രോളിങ്ങിൽ മൈനറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ഓഫ് 2 to 3 MeV. ഓരോ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന എക്സ്റേസ് നമുക്ക് ഈ PXE സാമ്പിളിൽ കാണാൻ പറ്റും. ഓരോ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്കിന് അണ്ടറുള്ള ഏരിയ this area is proportional to the number of the X-rays emitted by particular elements in the sample. X-ray emission ഒരു ഐസോട്ടോപ്പിക് നേച്ചറായിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. The characteristic X-ray number of characteristic X-ray in turn is proportional to the amount of the element in the sample.
ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റേ എമിറ്റ് ചെയ്തത് ആ എലമെൻറ്റിൻ്റെ എമൗണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. nx equal to np into mn0 by a sigma by a into sigma x t eta. In the above relation, eta is the detector efficiency, t is correction factor for the attenuation of the X-rays in the sample itself, as well as in any other material in the path of X-ray like detector cover, etc. N0 Avogadro number ആണ്. Capital A is the atomic mass number of the element. Np number of protons incident on the sample. From the values of Nx and Np, M can be determined. We generally use computer code to analyze peak spectrum in order to extract the area of each peak after suitable background subtraction. ബോംബാർഡ്മെൻറ്റ് വഴി ഇന്നർ ഷെല്ലിലെ അയണൈസേഷൻ ഉണ്ടായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നർ ഷെൽ അയണൈസേഷൻ്റെ four main theories are for the inner shell ionization process. They are binary encounter approximation BEA of Garcia, the plane wave Born approximation PWBA, its modification PWBAC to include the Coulomb deflection and distortion effect, and the semi-classical approximation SCA. Plane wave Born approximation first introduced ചെയ്തത് മെഴ്സ്ബേഷറും ലൂയിസുമാണ് in 1958. According to this theory, inner shell ionization cross section is expressed as square of matrix element of Coulomb potential between incident projectile and electron of the target atom. Incident പ്രൊജക്ടൈലും ടാർജറ്റ് ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും തമ്മിലുള്ള കൂളോം പൊട്ടൻഷ്യലിൻ്റെ മെട്രിക്സ് എലമെൻറ്റിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഇന്നർ ഷെൽ അയണൈസേഷൻ ക്രോസ് സെക്ഷൻ ഈ ബോൺ അപ്രോക്സിമേഷനിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ലേറ്റർ ബൈ മോഡിഫിക്കേഷൻ കൂളോം ഡിസ്റ്റോർഷൻ എഫക്ട്സ് ആർ also taken into account. സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷനിൽ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷന് ക്ലാസിക്കലായിട്ടും ടാർജറ്റ് ഇലക്ട്രോൺ മോഷനെ ക്വാണ്ടം മെക്കാനിക്കലുമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതുവഴി നമ്മൾ PWBAയിൽ ഉണ്ടാക്കിയതുപോലെ ഒരു എക്സ്പ്രഷൻ ഈ സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷനിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ ബൈനറി എൻകൗണ്ടർ അപ്രോക്സിമേഷൻ ഡെവലപ്ഡ് ബൈ Grzinski in 1965, interaction between two classical particles is assumed, the atomic features of the electron being taken into consideration by introducing a proper velocity distribution for the electrons. Binary encounter approximation developed by Grzinski in 1965. It considered the interaction between two classical particles. പ്രൊജക്റ്റൈലും ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും രണ്ടും ക്ലാസിക്കൽ പാർട്ടിക്കിളാണ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിലുള്ള ഇലക്ട്രോൺസിനെ ക്ലാസിക്കലായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു ബൈ ഇൻട്രൊഡ്യൂസിങ് പ്രോപ്പർ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദി ഇലക്ട്രോൺസ്. PWBA പ്ലെയിൻ വേവ് ബോൺ അപ്രോക്സിമേഷനിലും ബൈനറി എൻകൗണ്ടർ അപ്രോക്സിമേഷനിലും provide simple scaling of K-shell cross sections for the projectile of the same velocity incident on the same target. ഈ രണ്ട് മെത്തേഡിലും സെയിം ടാർജറ്റിൽ സെയിം വെലോസിറ്റിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റൈലിൻ്റെ K-shell ക്രോസ് സെക്ഷൻ്റെ സിമ്പിൾ സ്കെയിലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻ ഫിഗർ 9.2, typical variation of the cross section with the proton energy as a curve of u square k by z square sigma k versus EP by lambda uk. ഇവിടെ നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് ദി ഇന്നർ ഷെൽ അയണൈസേഷനും പ്രോട്ടോൺ എനർജിയും തമ്മിലുള്ള കേവാണ്
പ്ലോട്ട് ചെയ്തത്. UK is the casual binding energy of the target atom and lambda is ratio of mass of the proton to that of the electron. ഇനർഷ്യൽ അയണൈസേഷൻ്റെ ക്രോസ് സെക്ഷനും പ്രോട്ടോൺ എനർജിയും തമ്മിൽ പ്ലോട്ട് ചെയ്താൽ EP/λ UK വേഴ്സസ് U²K/Z²σK പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. UK is the casual binding energy of the target atom. Lambda is ratio of mass of the proton to that of the electron. പ്രോട്ടോൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസ് തമ്മിലുള്ള റേഷ്യോ ആണ് ലാംഡ. Several tabulation of experimental as well as theoretical ionization cross sections for various projectile and target